ഇവിടെ നാം കയീൻ്റെ വംശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കയീൻ തൊട്ട് ആറാമനായ ലാമക്കിനെ കുറിച്ച് ഒരു വിവരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ലാമക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തതായിട്ട് കാണും. ആദാ, സില്ല. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമത്തെ അവൻ ലംഘിക്കുക. He broke God's covenant. എന്താ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നെന്ന് പറയുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് തുണയായി സ്ത്രീയെ നൽകി, സ്ത്രീകളെ അല്ല നൽകിയത്. അപ്പോൾ ലാമക് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞത്, പാപം എങ്ങനെയാണ് അവരുടെ ആ വംശത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയെക്കുറിച്ച്, ലാമക്കിനെയും അവൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു വിവരണം കൊടുക്കുക. അങ്ങനെ അവൻ്റെ മക്കളെക്കുറിച്ച് അവിടെ നാം കാണുന്നു. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണു ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തുബൽക്കയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. നോക്കുക, അവളുടെ മക്കളെ കുറിച്ച് പറയുകയാണ്. മൂത്ത മകൻ യാബാൽ അന്നത്തെ കാലത്തെ അഗ്രികൾച്ചറിൽ ഏറ്റവും വിദഗ്ധനായ ഒരു വ്യക്തിയായിരുന്നു. 2ാമത്തെ മകനെ കുറിച്ച് പറയുന്നു, യൂബാൽ സംഗീതത്തിൽ PhD എടുത്ത മനുഷ്യനാണ്. ഹി വാസ് ദി ഫാദർ ഓഫ് ദി മ്യൂസിഷ്യൻ. 3ാമത്തെ മകൻ തുബൽക്കൈൻ വലിയ വ്യവസായിയായിരുന്നു. ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് വിൽക്കുക, അതിൽ കൂടെ പണം സമ്പാദിക്കുക, വ്യവസായി, ഉന്നതനായ വ്യക്തിയായി തീർന്നു. ഇങ്ങനെ ഈ കുടുംബം അന്നത്തെ കാലത്തെ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. പണം, പ്രതാപം, പ്രശസ്തി എല്ലാം ഉണ്ട്. ലോകപരമായ എല്ലാ കാര്യങ്ങളിലും ആ കുടുംബം മുന്നിലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനോ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനോ അവർ ശ്രമിച്ചതായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ലോകപരമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്വയം അവരെ തന്നെ ഉയർത്തുകയാണ്. അവർ വെറും ജഡികന്മാരായി ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മറ്റൊരു കുടുംബം, മറ്റൊരു വംശത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 25 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. നോക്കുക, ആദാമിന്റെ 3ാമത്തെ പുത്രൻ ശേത്ത്. 26-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു, അവന് ഏനോശ് എന്ന് ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നോക്കുക, ഈ ഒരു വംശം, ശേത്തിന്റെ വംശം, ശേത്തിന്റെ മകൻ ഏനോശ്, അവന്റെ കാലത്താണ് ആദ്യമായിട്ട് ദൈവത്തിന്റെ ആരാധന തുടങ്ങുന്നത്. മറ്റേ വംശം, കയീന്റെ വംശം, അവരുടേതായ പ്രശസ്തിക്ക് വേണ്ടി ഈ ലോകപരമായ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ശ്രമിച്ചില്ല. എന്നാൽ ശേത്തിന്റെ കുടുംബം, ശേത്തിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ കാണുന്നു, men began to call upon the name of the Lord, or worship began. ആരാധന ആരംഭിക്കുക. മാത്രമല്ല, 5-ാം അധ്യായത്തിൽ ആദാമിന്റെ വംശപാരമ്പര്യം പറയുമ്പോൾ ശേത്തിന്റെ മക്കളെയാണ് ദൈവാത്മാവോട് അവിടെ അവതരിപ്പിക്കുന്നത്. കാരണം അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തെ അവർ ഭയപ്പെട്ടിരുന്നു.
ഭക്തിയുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ ഭക്തിയുള്ള മക്കൾ. ഉൽപ്പത്തി 5-ാം അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 1500 വർഷം കഴിഞ്ഞു. ഈ ആദാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദാമിന്റെ ജീവിതകാലം 930 വർഷം ആയിട്ടാണ് നമുക്ക് വേദോസ്തു കാണാം. ഹി ലിവ്ഡ് 930 years in this world. അതായത് 9ാം തലമുറയിലുള്ള ലാമക്ക് ജനിച്ച ശേഷമാണ് ഈ ആദാം മരിക്കുന്നത്. ലാമക്ക് ജനിച്ച ശേഷം ഏതാണ്ട് 96 വർഷക്കാലം പിന്നെയും ജീവിച്ചു. അതുപോലെ ആദാമിന്റെ മകൻ ശേത്ത്, അവന്റെ ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 912 വർഷം അവൻ ഈ ലോകത്ത് ജീവിച്ചു. അവനും ലാമക്ക് ജനിച്ച് കഴിഞ്ഞ് 108 വർഷം കഴിഞ്ഞിട്ടാണ് അവൻ മരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദാമിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം 1000 വർഷം കഴിഞ്ഞാണ് നോഹ ജനിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാവുന്നതായ ഭാഗത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 1 മുതൽ 5 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ ഒന്നാമത് നാം കാണുന്നത് സിൻ ഇൻക്രീസിങ്, പാപം പെരുകയാണ്. സദൃശവാക്യം 29:16 നാം പ്രകാരം കാണുന്നു, ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. When the wicked are multiplied, transgression increased. The more sin is, the more sin. പാപികൾ പെരുകുമ്പോൾ, ജനങ്ങൾ പെരുകുമ്പോൾ പാപം പെരുകയാണ്. 2-ാമത്തെ വാക്യം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം പ്രകാരം കാണുകയാണ്, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിച്ചു. They intermingled themselves with the excommunicated race of Cain. ശേത്തിന്റെ മക്കൾ ദൈവഭക്തി ഉള്ളവരായിരുന്നു. നമ്മൾ നേരത്തെ അത് കണ്ടു. ദൈവത്തെ ആരാധിച്ചിരുന്നു. 7-ാം തലമുറയിലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 1500 വർഷം കഴിഞ്ഞു. 10-ാം തലമുറ, 10-ാം തലമുറക്കാരനായ നോഹയുടെ കാലത്ത് ഭൂമിയിൽ വഷളത്വം വർദ്ധിച്ചു. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പേരുള്ള സേത്തിന്റെ മക്കളുടെ ദൈവത്തോടുള്ള ഭക്തി, അതിന് ഇടിവ് സംഭവിച്ചു. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവർ പിൻപോട്ട് പോയി. അവരും കായീന്റെ മക്കളെ പോലെ ജഡീകരായി തീർന്നു. They had the name of Seth, sons of God, but the nature of Cain. ശേത്തിന്റെ പേരാണ് ദൈവപുത്രന്മാർ എന്ന പേരുണ്ട്, പക്ഷേ അവരുടെ സ്വഭാവം കായീന്റെ സ്വഭാവമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശ്വാസികളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആത്മീയരെന്ന് പേരുണ്ട്, എന്നാൽ ജഡീകന്മാർ. Their claim is that their fathers were the sons of God, God-fearing. അവരുടെ അവകാശവാദം എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്നും നമ്മളും അതുപോലല്ലേ എന്ന് നാം ചിന്തിക്കണം. നമ്മൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ അപ്പച്ചനൊക്കെ വളരെ ആത്മീകരായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ചിലർ പറയാറുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ ഉപദേശിയായിരുന്നു, അച്ഛനായിരുന്നു. ഇതൊക്കെ നല്ലതാണ്. ബട്ട് ഹൗ ഈസ് അവർ സ്പിരിച്വാലിറ്റി? ഹൗ ഈസ് അവർ റിലേഷൻഷിപ്പ് ടു ഗോഡ്? ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. അതാണ് നമ്മുടെ പൂർവികര് ആത്മീയരാണെന്ന് അഭിമാനം കൊണ്ടതുകൊണ്ട് വലിയ കാര്യമില്ല, വലിയ പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ആത്മീയത എപ്രകാരമായിരിക്കും, നമ്മൾക്ക് ദൈവമായുള്ള ബന്ധം എപ്രകാരമാണ്, അതാണ് ദൈവം നമ്മൾ നോക്കുന്നത്. ശേത്തിന്റെ മക്കൾ, അവരുടെ പൂർവ്വന്മാർ ദൈവത്തോട് കൂടെ നടന്നതാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതാണ്. ദൈവം അവനെ എടുത്തു. പാരമ്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത പ്രകാരമാണ്. ദൈവമായുള്ള ബന്ധം
നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി എപ്രകാരമാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുക. യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു നിമിഷം ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം.